സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും രക്ഷാകരമായ ജനന പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയോൻ വായന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വെളിപാടുകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ നീതിമാനായ യോസേഫ് പിതാവിനെ ചില പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്നുള്ള മാലാഖമാർ നയിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ശുദ്ധിമാനെ കുറിച്ച്, നീതിമാനെ കുറിച്ച് ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാൻ സഭാപിതാക്കന്മാർ ആഗ്രഹിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. പഴയ നിയമ വായനയ്ക്ക് മുൻപ് ഇവിടെ നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകും. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടിയെന്ന് നമ്മോട് അറിയിക്കപ്പെടുമ്പോൾ നാം ഓർക്കേണ്ടത്, ഇതാ ദീർഘദർശിയും മഹാരാജാവുമായ ദാവീദ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു പറഞ്ഞു, നീതിമാന്റെ കൂടാരത്തിൽ നിന്ന് മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം പുറപ്പെടുന്നത്. നീതിമാനായ യോസേഫ് പിതാവിന്റെ കൂടാരത്തിൽ നിന്ന് മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. നാം ശ്രദ്ധിക്കാറില്ലേ ഉള്ളൂ. അതുകൊണ്ട് നീതിമാന്മാരുടെ ഭവനത്തിൽ നിന്ന് എപ്പോഴും രക്ഷയുടെയും മഹത്വത്തിന്റെയും ശബ്ദങ്ങൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം നീതിമാന്മാരായി ജീവിച്ചാൽ നമ്മുടെ ഭവനത്തിൽ നിന്നും ഇത് തന്നെ പുറപ്പെടും. വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരേണ്ടത് ശിക്ഷിക്കുന്നതായ ലോകനീതിക്ക് പകരമായി രക്ഷിക്കുന്നതായ ദൈവനീതിയുടെ വക്താവായി മാറിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൈവശം നിയമത്തിന്റെ പിൻബലമുണ്ടായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ നിഷ്കരുണം ഉപേക്ഷിക്കുവാനുള്ള, അവനെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിട്ടുകൊടുക്കുവാനുള്ള നിയമത്തിൻ്റെതായ പരിരക്ഷകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്തത് ആ മാർഗമല്ല, രക്ഷിക്കുന്നതായ ദൈവനീതിയുടെ മാർഗമാണ്. പലപ്പോഴും രക്ഷിക്കുന്നതായ ദൈവനീതി ഈ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളല്ല. നമ്മുടെ മഹാത്മാവിലേക്ക് നോക്കുക. ഇതാ ഈ ലോകം തന്നെ കീഴടക്കി വെച്ചിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുൻപിൽ അദ്ദേഹം പൊരുതിയത് തികച്ചും ക്രിസ്തീയമായ രീതിയിലായിരുന്നു. ആരെയും ഉപദ്രവിക്കാതെ, തന്നെ ഉപദ്രവിച്ചവരോട് പോലും ക്ഷമിക്കുവാൻ മനസ്സ് കാണിച്ചുകൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ആ വലിയ സാമ്രാജ്യത്തെ അദ്ദേഹം നിലംപരിശാക്കി. നമ്മുടെ കർത്താവിൽ നിന്നാണ് അദ്ദേഹം അത് പഠിച്ചത്. പലപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ അവരുടെ ജീവിതം കണ്ടിട്ട് അത്രയ്ക്ക് സ്നേഹിക്കാൻ എനിക്ക് തോന്നാറില്ല എന്ന്. മുന്നോട്ട് നീങ്ങുമ്പോൾ നാം അറിയുന്നില്ല യഥാർത്ഥത്തിൽ യാക്കോബായക്കാരായ നാം യോസേഫ് പിതാവിന്റെ ആ മാർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന്. എത്രയെത്ര നഷ്ടങ്ങളുണ്ടായിട്ടും കഷ്ടങ്ങളുണ്ടായിട്ടും നീതിയുടെ ആ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് നിഷേധിക്കപ്പെട്ടെങ്കിലും നാം ഒരിക്കലും ഇതാ നിയമത്തെ ലംഘിക്കുന്നവരായി മാറിയില്ലല്ലോ. ഈ നിമിഷം വരെ യോസേഫ് പിതാവിനെ പോലെ നീതിയുടെ നിഷേധത്തിലും ലംഘനത്തിലും നീതി നിഷ്ഠരാകുവാൻ നമുക്ക് സാധിച്ചല്ലോ. മൂന്നാമതായി അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പിന്നീട് പ്രവർത്തിച്ചത്
ദൈവനീതി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. നമ്മിൽ പലരും, ഞാൻ ഉൾപ്പെടെ, വളരെ ദീർഘമായ ഒരു ഉറക്കത്തിലല്ലേ. എത്രയെത്ര നീതി നിഷേധങ്ങൾ നാം കണ്ടിട്ടും നാം അനങ്ങാതെ പ്രതിമ പോലെ ഇരിക്കുകയല്ലേ. എഴുന്നേൽക്കുക, ഉറക്കങ്ങളിൽ നിന്ന് ഉണർന്ന് നീതിനിഷ്ഠരാകുക, നീതി ലംഘനങ്ങളോട് നമ്മുടെ കർത്താവിന്റെ രീതിയിൽ പ്രതികരിക്കുക. മൂന്നാമതും നാലാമതുമായിട്ട് നീ ചെയ്യാവുക എന്ന് പറയുമ്പോഴും യോസേഫ് പിതാവ് തന്നോട് അറിയിക്കപ്പെട്ടതായ തിരുവചനം ശ്രദ്ധിച്ചു കേട്ടു, അത് വിശ്വസിച്ചു, അതിന് പ്രകാരം ജീവിച്ചു. അവനെ നാം എന്തുകൊണ്ട് ഭാഗ്യവാനെന്ന് വിളിക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മെ നയിക്കുന്നത് ആ ഒരു പേരുകാരനല്ലേ. തീർച്ചയായിട്ടും ഭാഗ്യവാൻ എന്ന് മോർ യോസേഫ് പിതാവിനെ വിളിക്കണമെന്ന് അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പലതും നമ്മോട് പറയാനിരിക്കുന്നു. വിശുദ്ധ യോസേഫ് പിതാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു വലിയ സംശയത്തിന്റെ നിഴലിൽ പരിശുദ്ധ മാതാവിനെ അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ നിർത്തിയെങ്കിലും തന്നോട് അറിയിക്കപ്പെട്ട ആ മഹാവലിയ സത്യം അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം മറിയത്തെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ടുവന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ അതിലൊരു വലിയ സത്യമുണ്ട്. നാമും നമ്മുടെ ഭവനങ്ങളിൽ മറിയത്തെ കൈക്കൊള്ളുവാൻ ബാധ്യതയുള്ളവരാണെന്ന്. അങ്ങനെ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ ഭവനങ്ങളിൽ നാം കൈക്കൊള്ളുമ്പോൾ ആ ഭവനം, നസറേത്തിലെ ഭവനം എന്തായി മാറിയോ അങ്ങനെ നമ്മുടെ ഭവനങ്ങളുമായി തീരും. യോസേഫ് പിതാവിനോട് എനിക്കിവിടെ ഏറ്റവും വലിയ ബഹുമാനം പ്രത്യേക പ്രാർത്ഥനയിൽ മാത്രം പരിശുദ്ധ പിതാക്കന്മാർ എന്ന് പറയുന്നത്. യോസേഫിനോടുള്ള ആ അറിയിപ്പിന്റെ, ആ സന്ധ്യയുടെ, പ്രഭാതത്തിന്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ പറയുന്നുണ്ട്. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ മുട്ടുകുത്തി നിന്ന് മാപ്പ് ചോദിച്ചു. ആ കുടുംബം തകർന്നു പോകാതിരുന്നത് അതിലൊരാൾ തെറ്റുപറ്റിയെന്ന് ബോധ്യമായപ്പോൾ ആ തെറ്റ് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ തേടിയതുകൊണ്ടാണ്. ജീവിതത്തിൽ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം പറ്റും. എന്നാൽ അങ്ങനെ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് മനസ്തപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും. ദൈവത്തിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ.